ഓ റെഡ് ബുള്ളിൻ്റെ ടീമൊക്കെ ഉണ്ട് കേട്ടോ. സീൻ ഡ്രിഫ്റ്റ്. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് 4 ആൾക്ക് ഒരേപോലെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ്. വേറെങ്ങുമല്ല, ഖത്തർ റേസിംഗ് ക്ലബിലേക്ക്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം ഒരു ചായ കുടി, എന്നിട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ പിന്നെ സ്ഥിരം ചായ കുടിക്കുന്ന സ്പോട്ടിലോട്ട് തന്നെ വിട്ടു. അവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടപ്പോഴത്തേക്കാണ് ബാക്കിൽ നല്ല സൂപ്പർ സൺസെറ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ വണ്ടി കയറി അങ്ങോട്ടേക്ക് ലൊക്കേഷൻ വിട്ട് നേരെ അങ്ങോട്ട് തന്നെ വെച്ച് പിടിച്ചു. ഓ, ഇവിടെ ഉണ്ടല്ലോ നല്ല കിടില റോഡാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവിടുത്തെ മിക്ക വണ്ടികളും ഒരു ക്രൂസ് ചെയ്യുന്ന സ്പീഡ് ഒരു 100 അടുപ്പിച്ചെങ്കിലും വരും. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വണ്ടി ഓടിക്കാൻ തോന്നിപ്പോവും. പക്ഷെ ഓടിക്കാൻ പറ്റുമോ? ഇല്ല. എന്തേ? ലൈസൻസ് ഉണ്ടോ? ഇല്ല. അപ്പം മിണ്ടായിരിക്കുക. ഫൈനലി നമ്മൾ നമ്മുടെ സ്പോട്ട് എത്തി ഗൈസ്. ഇവിടെ പുറത്ത് എത്തിയപ്പോൾ തന്നെ അവന്മാരവിടെ പൊട്ടിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഓടി കയറി അങ്ങോട്ടിരുന്നു. പിന്നെ അവിടെ കണ്ടത് അവരുടെ അഴിഞ്ഞാട്ട് വരുന്നു. എൻ്റെ പൊന്നി, നിങ്ങളെന്നെ കണ്ടു നോക്ക്. ഒരു രക്ഷയില്ല. പക്ഷെ പോകനി പൊണ്ടാരടങ്ങിപ്പോയി ഗൈസ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുതും ഈ പുള്ളിക്ക് എന്താ നേരത്തെ വന്നവരെ പോലെ ഒന്നും അത്ര സൂപ്പറായിട്ട് ഡ്രിഫ്റ്റ് അറിയത്തില്ലായിരുന്നു. പക്ഷേ ആക്ച്വലി ഇതങ്ങനെയല്ല. ആ ടയേഴ്സൊക്കെ ഒന്ന് വാമപ്പ് ചെയ്തെടുക്കുന്നതാണ് മാക്സിമം ട്രാക്ഷൻ റെഡിയാക്കി എടുക്കാനായിട്ട്. വിശ്വാസമായില്ലല്ലേ? എന്നാൽ കണ്ടുപോയിക്കോ. റേസിംഗ് ക്ലബിൽ എത്തിയിരിക്കുകയാണ്. രക്ഷയില്ല, പവർ സാധനം. ഓ, BMW എത്തി മോനെ. പഴയ M3 തോന്നുന്നു. ഒരു രക്ഷയില്ല സാധനം. ഇഫ് യു ആർ എ മോട്ടോർ എന്തൂസിയാസ്റ്റ് ദെൻ യു വിൽ ലവ് ദി സിംഫണി. അക്രമ സാധനം. എൻ്റെ ദൈവം, ഈ കണക്കിനാണെങ്കിൽ അവന്മാർ പോച്ച് ഞങ്ങളെ പുറത്തേ അടിക്കണം കേട്ടോ. ആരാണ്? എന്താണ്? അണ്ണം വന്നിട്ടാങ്കടാ. ഇനി നമുക്ക് റെഡ് ബുൾ ഉണ്ട്, എൻ്റെ അക്രമം കാണാം. വേറെ ലെവൽ നീങ്ക. ഈ സൈഡിൽ നിന്ന് പുകയെല്ലാം വലിച്ച് കയറ്റിന് ശേഷം മനസ്സിലാക്കി അപ്പുറ സൈഡ് ഗാലറി ഉണ്ട്, അവിടെയും പോയിരിക്കാൻ പറ്റുമോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ഇപ്പുറ സൈഡ് എത്തിയപ്പോഴത്തേക്ക് കാര്യം മനസ്സിലായത് ഈ സൈറ്റാണ് ഏറ്റവും പെർഫെക്റ്റ് കാണാനായിട്ട്. കാര്യം ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഡ്രോണിൻ്റെയൊക്കെ കറക്റ്റ് FPV ഷോട്ടൊക്കെ നമുക്ക് കാണാനും പറ്റും. മാത്രമല്ല ഇപ്പോൾ ഇരിക്കുന്ന ഈ സൈഡിൽ നേരത്തെ അത്ര പുകയടിക്കുന്നുമില്ല, നല്ലപോലെ സുഖമായിട്ടൊന്ന് കാണാനും പറ്റും. അത് കഴിഞ്ഞ് ഞാനും ചേട്ടനും കൂടെ അതിൻ്റെ താഴെ പോയി കുറച്ചുകൂടെ അടുത്ത് തന്നെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോഴേ കാര്യം ശ്രദ്ധിച്ചത് BMRCയുടെ കുറേ വണ്ടികളുണ്ട്. ആക്ച്വലി BMRC എനിക്ക് തോന്നുന്നു കുവൈറ്റിൻ്റെ ടീമാണ്. ഈ പുള്ളിക്കാരൻ്റെ എൻട്രി സീനെ കണ്ടു നോക്കുന്നു. ഈ സൈഡിലെ ഗാലറിയിൽ കുറച്ചും കൂടെ ആൾക്കാരുണ്ടിരുന്ന് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് തിരിച്ചു. ഇത് ആക്ച്വലി ഇവരെ ഡ്രിഫ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ട്രയൽ പരിപാടിയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് അവിടെ സഫലമായത്. ഐ എം വെരി ഹാപ്പി. അപ്പം ബൈ ഗൈസ്, അടുത്തൊരു വ്ളോഗ് കാണാം. ടാറ്റാ.